ഇന്ന് നമ്മുടെ ഡേ 4. അങ്ങനെ ദിവസങ്ങൾ 1, 2, 3 എന്നിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് പേര് ചെയ്തു എന്ന് പറയുന്നുണ്ട്. കുറെ പേര് ഫസ്റ്റ് ഡേ ചെയ്തിട്ട് പിന്നെ മടിയായിട്ടുണ്ട് തോന്നുന്നു. പ്ലീസ് പറ്റുന്നത്ര ചെയ്താൽ മതി. കുറച്ച് ഹാർഡാണെന്ന് എനിക്കറിയാം. അപ്പൊ ഒരു സെറ്റെങ്കിലും ഒരു സെറ്റല്ല 2 സെറ്റെങ്കിലും മിനിമം ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ പെയിൻ പറയുന്നുണ്ട്. പെയിൻ എന്തായാലും ഉണ്ട്. അപ്പൊ അബ്ഡോമിന് പെയിൻ ഉള്ള ഒരുപാട് പേര് പറയുന്നു. നോക്കണ്ട, പെയിൻ ഉണ്ടെങ്കിൽ എന്താ ചെയ്ത് നോക്കണ്ടാവുന്നത്, പെയിൻ ഉണ്ടാവും. പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ എഫക്റ്റ് ഉണ്ട് എന്നാണ്, നിങ്ങളുടെ ശരീരത്തിൽ അതിന്റെ എഫക്റ്റ് ഉണ്ടെന്ന്. അത് ഒരുപാട് ബാക്ക് പെയിനോ അങ്ങനത്തെ സിവിയർ പെയിൻ ആണെന്നുവെച്ചെങ്കിൽ അപ്പൊ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ പറയുന്നത് ഇപ്പൊ അബ്ഡമിനോ തൈസോ ഒക്കെ പെയിൻ വരികയാണെങ്കിൽ അത് ശരിക്കും പറയുന്നത് എന്താ വെച്ചെങ്കിൽ നിങ്ങളുടെ ശരീരം ആ എക്സസൈസ് എഫക്റ്റ് വന്ന് തുടങ്ങിയ ശരീരത്തിൽ അതിന് പെയിൻ കാണിക്കുന്നത്. അപ്പൊ അത് പേടിക്കുന്നത്. അത് 4-5 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ആയിരിക്കുന്നതാണ്. ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു കാർഡിയോ വർക്കൗട്ട്സ് ആണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. ഇന്നത്തത് കഴിഞ്ഞ ദിവസങ്ങൾ പോലെയല്ല. ഈസി ആണോന്ന് ചോദിച്ചാൽ സംഭവം സിമ്പിൾ ആണ്. പക്ഷേ ഈ 45 സെക്കൻഡ്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ടയേർഡ് ആവും. അത് കഴിഞ്ഞ് 4 സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനേക്കാളും ടയേർഡ് ആവും. എനിക്ക് തന്നെ മനസ്സിലാവുന്നത് ടയേർഡ് ആവും. കാരണം ഞാൻ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അറിയുന്നുണ്ട് നല്ല ടയേർഡ് ആവുന്നത്. പക്ഷെ അത് ശരിക്കും എഫക്റ്റ് വരാനാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? എല്ലാവരും ഇതൊക്കെ തന്നെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ടൈം സെറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞു. 45 സെക്കൻഡ്സ് കാണിച്ചിട്ട് സത്യം അത് ചെയ്യണം എന്നായിരുന്നു. ഓൾറെഡി എല്ലാവരും ഞാൻ 30 സെക്കൻഡ്സോളം ചെയ്യുന്നുണ്ട്. 45 സെക്കൻഡ്സ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാലിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഇഷ്യൂ കാരണമാണ് കേട്ടോ. എന്തായാലും ഇതൊന്ന് മാറി ബാൻഡേജ് ഊരി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും 45 സെക്കൻഡ്സ് ചെയ്തിട്ട് ചെയ്യണ്ടേ. പിന്നെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എക്സസൈസ് കാണാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് മൗണ്ടെയിൻ ക്ലൈംബ് ആണ്. മൗണ്ടെയിൻ ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാങ്ക്സിൻ്റെ പൊസിഷനിൽ നിൽക്കുക. കാലുകൾ രണ്ടും ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. ഇങ്ങനെ ഓരോ കാലായിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് അതേ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്ലിപ്പ് ചെയ്യാതിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരുപാട് പേരൊന്നും സ്ലിപ്പായി പോകുന്നുണ്ടെന്ന്. പക്ഷേ നന്നായി ബോഡി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായി ചെയ്യാൻ പറ്റും. ഇതൊരു 45 സെക്കൻഡ്സ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് വൺ. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ 2 കാലും സ്ട്രെയിറ്റ് ചെയ്ത് വെക്കുക. കൈയും സ്ട്രെയിറ്റ് ചെയ്ത് മുകളിലോട്ട് പിടിക്കുക. എന്നിട്ട് ഓരോ കാലിലോട്ടായിട്ട് ടച്ച് ചെയ്യുക. ഓക്കെ, കൈ താഴ്ത്തി കാലും പൊന്തിച്ച് ടച്ച് ചെയ്യുക. ഈ സമയത്ത് അബ്ഡോമൻ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഇതും ഒരു 45 സെക്കൻഡ്സ് കണ്ടിന്യൂസ് ആയി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 30 സെക്കൻഡ്സ് നമ്മൾ റെസ്റ്റ് എടുക്കുക. ഇത് വളരെ ഈസി ആയിട്ടുള്ളതാണ്. പക്ഷെ 45 സെക്കൻഡ്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല എഫക്റ്റ് ഉണ്ടാവും. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് വൈബ്രേഷൻ ആണ്. വൈബ്രേഷൻ കാല് രണ്ടും വൈഡാക്കി വെക്കുക. എന്നിട്ട് ശരീരം ഒന്ന് ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്ത് പിടിച്ചിട്ട് കൈ ടൈറ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് വൈബ്രേറ്റ് ചെയ്യുക. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, മാക്സിമം സ്പീഡിൽ നമുക്ക് നല്ല ഈസി ആയിട്ടുള്ള വൈബ്രേഷൻ ഉണ്ട്. അതല്ലാതെ ഒരിക്കലും നമ്മൾ ഫുൾ വെയിറ്റ് കൊടുത്തിട്ട് ഭയങ്കര ടൈറ്റ് ആയിട്ടില്ല, ശരീരം ഫ്രീ ആയിട്ട് എല്ലാ ഭാഗവും ഇളകുന്നത് പോലത്തെ ഒരു വൈബ്രേഷൻ ഒരു 45 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയി ചെയ്യുക. കുറച്ച് ടയേർഡായി തോന്നും, അപ്പോൾ ഒന്ന് സ്ലോ ആക്കുക. എന്നിട്ട് 45 മിനിറ്റ്സ് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബട്ട് കിക്കാണ്. ബട്ടക്സിലോട്ട് നമ്മുടെ കാല് കൊണ്ടുവന്നിട്ട് കിക്ക് ചെയ്യുക. ഇത് ഓടുന്നത് പോലെ തന്നെ ചെയ്യുക. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഹീല് ബട്ടക്സിൽ കിക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ അബ്ഡോമൻ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഓക്കെ, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 45 സെക്കൻഡ്സ് തന്നെ ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് പറഞ്ഞത്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബർപ്പിയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കൗട്ടാണ്. ഫസ്റ്റ് ബർപ്പി ചെയ്യുമ്പോൾ ഒന്ന് ഇരിക്കുക. എന്നിട്ട് കാല് രണ്ടും നീട്ടുക ഒരേ ടൈമിൽ. എന്നിട്ട് ഫ്രണ്ടിലോട്ട് വരിക, എഴുന്നേറ്റ് നിൽക്കുക. 1, 2, 3, 4. ഇത് ഈ 4 സ്റ്റെപ്പാണ് ഇതിലുള്ളത്. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ഇതൊരു 45 സെക്കൻഡ്സിൽ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 ബർപ്പീസ് ആവും നമ്മൾ ഈ സെറ്റിൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, 1, 2, 3, 4. അങ്ങനെ ചെയ്യുമ്പോൾ 1 ടൈം ആവും. അങ്ങനെ 10 ടൈംസ് ചെയ്യുക. ഇതാണ് ഒരു എക്സസൈസ്. ഇനി അടുത്തത് പറഞ്ഞാൽ ജമ്പിങ് ജാക്സ് ആണ്. ജമ്പിങ് ജാക്സ് ഫ്രീ ആയിട്ട് കാലകറ്റുക, കാലടുപ്പിക്കുക. അതേപോലെ തന്നെ കൈയും വീശിയിട്ട് കൈ ഫുള്ളായിട്ട് അകറ്റുക, കൈയും അടുപ്പിക്കുക. വളരെ സിമ്പിളായിട്ടാണ്. പക്ഷേ 45 മിനിറ്റ്സ് ആകുമ്പോൾ നമുക്ക് നന്നായി ടയേർഡാവുന്നത് പോലെ ഫീൽ ചെയ്യും. ശരിക്കും ഫുൾ ബോഡി എഫക്റ്റ് ഉള്ള ഒരു സെറ്റാണ് ഞാൻ ഈ വീക്കിൽ പറയുന്നത്. ഇത് ഫുൾ ഫാറ്റ് ലോസിന് വേണ്ടി, ഫുൾ ബോഡി ഫാറ്റിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്, കാർഡിയോൻ്റെ സെറ്റാണ്. ഓക്കെ, അടുത്തത് നമ്മൾ ലാസ്റ്റ് ചെയ്യാൻ പോകുന്നത് പ്ലാങ്ക്സ് ആണ്. പ്ലാങ്ക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഫുള്ളായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. പ്ലാങ്ക്സ് എൽബോ പ്ലാങ്ക്സ് ആണ്. ബട്ടക്സ് ഒക്കെ കറക്റ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. 45 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ ട്രൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കിടന്നു പോവുകയാണെന്ന് വെച്ചാൽ കിടക്കുക, വീണ്ടും ട്രൈ ചെയ്യുക. അങ്ങനെ നമ്മളൊരു 45 സെക്കൻഡ്സ് ഒരു സെറ്റിൽ തന്നെ വരുന്നത് വരെ ട്രൈ ചെയ്ത് നോക്കുക. ഫുൾ ബോഡി എഫക്റ്റ് ഉള്ള, അബ്ഡോമൻ നല്ലതാണ്, ബാക്ക് മസിൽസിനും നല്ലതാണ്, ഫുൾ ബോഡിക്ക് എഫക്റ്റ് ഉള്ളതാണ് പ്ലാങ്ക്സ്. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ 7 എക്സസൈസ്. എല്ലാവരും ഈ എക്സസൈസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല എഫക്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 4 സെറ്റ് എല്ലാവരും ചെയ്യാൻ നോക്കൂ കേട്ടോ. അപ്പോൾ ബൈ. എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പക്ഷെ പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ നെക്സ്റ്റ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടൂ. അതിൽ സെറ്റിംഗ്സിലൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരും. കുറെ പേർക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ മെസ്സേജസ് ഒരുപാട് വരുന്നുണ്ട്, ഒരുപാട് ഭയങ്കര സന്തോഷത്തിൽ നല്ല കമന്റ്സ് ഒരുപാട് വരുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഒരു എപ്പിസോഡ് നിങ്ങൾ അയച്ച മെസ്സേജിൽ ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെന്താ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ ഫ്രണ്ട്സിനോടും എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ, നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാൻ പറയൂ എല്ലാവരോടും. ഓക്കെ, അപ്പൊ സീ യു, ബൈ.